ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഈ സെഷനിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ചാപ്റ്റർ 6 വേഴ്സ് 1-6. ഈ ഭാഗം വരെ, അതായത് 5-ാമത്തെ അധ്യായം വരെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണ് ഈ സഭയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, പ്രാസംഗികരുടെ പേരിൽ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. 2, ദുർനടപ്പിൽ ഏർപ്പെട്ടിരുന്ന ഒരാളെ സഭ പുറത്താക്കാതെ ആ വ്യക്തിയെ പിന്നെയും ഒരു അംഗമായിട്ട് കണ്ട് എൻ്റർടൈൻ ചെയ്തത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പ്രശ്നമാണ്. ദ ഇഷ്യൂ ഓഫ് ലോ സൂട്ട്സ് ദാറ്റ് വെർ പ്രസൻറ്റ് അമംഗ് ബിലീവേഴ്സ് ഇൻ കൊരിന്ത്. കൊരിന്ത് വിശ്വാസികളുടെ ഇടയിൽ കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളിവിടെ കാണുന്നത്. സോ ദി ഇഷ്യൂ ഓഫ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്. കൊരിന്ത് വിശ്വാസികളുടെ ആത്മിക ജനനം നടന്നുവെങ്കിൽ പോലും അവർ ജീവിക്കുന്നത് പാപ സ്വഭാവമുള്ള ശരീരത്തിലാണ്. ദേ ലിവ് ഇൻ എ സിൻഫുൾ ബോഡി ദാറ്റ് നീഡ്സ് എ ഡെയിലി സാങ്ക്ടിഫൈങ് വർക്ക് ഡൺ ബൈ ഗോഡ്. ദൈവത്താൽ ദിനംതോറും ശുദ്ധീകരണം ആവശ്യമുള്ള ഒരു ശരീരത്തിലാണ് ഇവരും നമ്മളും എല്ലാവരും ജീവിക്കുന്നത്. ദേ ലിവ് ഇൻ എ സിൻഫുൾ വേൾഡ് വേർ സിൻ റിയർസ് ഇറ്റ്സ് ഹെഡ് അപ്പ്. പാപം തലപൊക്കുന്ന ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ പാപ ശരീരമുണ്ട്, അവർക്ക് ചുറ്റും ഒരു പാപലോകവുമുണ്ട്. വേൾഡ്ലിനെസ് ക്രീപ്സ് ഇൻ ടു ബിലീവേഴ്സ്. ലോകത്തിൻ്റെ സ്വഭാവം ഇടയ്ക്ക് വിശ്വാസികളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്ലൈനിങ് ലവ് ഫോർ ഗോഡ് ആൻഡ് ഫെലോ ബിലീവേഴ്സ്. ലോകം കൂടുതൽ വിശ്വാസികളുടെ ഇടയിൽ കയറി വരുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹവും സഹവിശ്വാസികളോടുള്ള സ്നേഹത്തിലും ഒരു കുറവ് സംഭവിക്കുന്നുണ്ടെന്നതാണ്. ദിസ് ഇസ് ഇൻ ഐഡിയൽ. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ബട്ട് ഇറ്റ് മേ ഹാപ്പൻ. അത് സംഭവിക്കുന്നു. ദാറ്റ് ഇസ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ വേർഡ് ഇഫ്. സി, ഇൻ വേഴ്സ് 1, നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇഫ് ക്ലോസ് ആണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് വേഴ്സ് 1 ടു ബിഗിൻ വിത്ത്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അബദ്ധന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നു. Okay. See, one such instance is seen in 6 verse 1-11, where Christians initiate legal disputes or lawsuits against fellow believers. സഹവിശ്വാസികളോട് വ്യവഹാരം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ 11 വാക്യങ്ങളിൽ, 6-1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. എന്ത് തരത്തിലുള്ള പ്രശ്നം ആണ് ഈ വ്യവഹാരത്തിൽ കലാശിച്ചത്? 7-ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാണ്. അതിന് പകരം നിങ്ങൾ അന്യായം ശ്രമിച്ചുകൊള്ളാത്തതെന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്തതെന്ത്. ഓക്കെ, അന്യായവും നഷ്ടവും ഇതെല്ലാം ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കുന്നത് ദിസ് വാസ് എ ഫൈനാൻഷ്യൽ ഓർ മെറ്റീരിയൽ ഡിസ്പ്യൂട്ട്. സാമ്പത്തിക സ്വഭാവമുള്ള ഭൗമിക വസ്തുക്കളുടെ സ്വഭാവത്തിലുള്ള തർക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ക്രിമിനൽ ഒഫൻസ് അല്ല. ഈ കേസ് കൊടുക്കുന്നത് ക്രിമിനൽ കുറ്റകൃത്യത്തിനല്ല, മറിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ്. അന്നും അത് തന്നെയാണ് പ്രശ്നം, ഇന്നും അത് തന്നെയാണ് പ്രശ്നം. ഇൻ കൊരിന്ത്, സിവിൽ കേസസ് were decided by 2 magistrates who were elected for 1 year as officers of record with jurisdiction in the city. കൊരിന്ത് പട്ടണത്തിൽ ഇത്തരം ആഭ്യന്തര കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് 2 മജിസ്ട്രേറ്റ്സ് ആണ്. 1 വർഷത്തേക്ക് നിയോഗിക്കപ്പെട്ട ഈ പരിധിക്കുള്ളിലുള്ള 2 മജിസ്ട്രേറ്റ്സ് ആണ്. സിൻസ് ഓൺലി മെമ്പേഴ്സ് ഓഫ് ദി അപ്പർ ക്ലാസ് ഹാഡ് ആക്സസ് ടു കോർട്ട്സ്, ദോസ് initiating lawsuits were members of the elite who were apparently willing to treat fellow Christians as legal enemies. ഈ കോടതികളിൽ പ്രവേശനം കൂടുതലും ലഭിക്കുന്നത് അന്നത്തെ സമൂഹത്തിലെ വലിയ, അതായത് സമൂഹത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് കേസ് കൊടുക്കുന്നത് ആരൊക്കെ ആയിരിക്കും? കേസിലേക്ക് പോകാൻ ഒരു സാമ്പത്തിക ലെവൽ വേണം. അപ്പോൾ കേസിന് പോകുന്നത് സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന കൂട്ടരാണ്. ഈ സഭയിൽ പൈസക്കാരാണ് കേസിന് പോകുന്നത് കൂടുതലും. അപ്പോൾ ഇത്തരം ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ ശത്രുക്കളായി കാണുന്നത് സഹവിശ്വാസികളെ. ദേ ട്രീറ്റിംഗ് ദെയർ ഫെലോ ക്രിസ്ത്യൻസ് ആസ് ലീഗൽ എനിമീസ്. ആൻഡ് ദെൻ you see in verse 1 the rebuke for taking the issue
to the ungodly for a solution. ദൈവമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ഒരു പരിഹാരം തേടുവാൻ ദൈവമുള്ളവർ പോകുന്നു. അതിനുള്ള താക്കീതാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ അൺറൈച്ചസ് എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്, അൺഗോഡ്ലി എന്നുള്ള വാക്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ പേഗൻ ജഡ്ജസ് ഫോർ അൺബിലീവേഴ്സ്. ദൈവമില്ലാത്ത അവിശ്വാസികളായിട്ടുള്ള ന്യായാധിപന്മാരാണ് ഇവിടെ കാണപ്പെടുന്ന അൺഗോഡ്ലി അല്ലെങ്കിൽ അഭക്തർ എന്ന് പറയുന്നത്. They often rendered, okay, what is wrong with the ungodly judges? ഭക്തിയില്ലാത്ത ദൈവബന്ധമില്ലാത്ത ഈ ന്യായാധിപന്മാരെ പറ്റി എന്താണ് കുഴപ്പം? They often rendered unrighteous verdicts on account of bribes and or a friendship with one of the plaintiffs. കക്ഷികളായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കോഴ മേടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അനീതി നിറഞ്ഞ വിധികളാണ് ഇത്തരത്തിലുള്ള ജഡ്ജസ് കൊടുത്തുകൊണ്ടിരുന്നത്. ദിസ് along with many other deviant behavior in the pagan culture is the way of life that is scorned by the church, as this is a characteristic of the world whose value systems are based on sin and Satan. ഇത്തരത്തിൽ അനീതിയുള്ള തീർപ്പ് കൽപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ആ സമൂഹത്തിലുള്ള ദൈവത്തിനോട് വിരോധമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതെല്ലാം സഭ തിരസ്കരിച്ച കാര്യങ്ങളാണ്. ഓക്കെ, കാരണം പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിസ്ഥാനത്തിൽ മൂല്യം കണ്ടെത്തുന്ന ഒരു സമൂഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഭ തിരസ്കരിച്ചതാണ്. ഇറ്റ് ഈസ് ഓൾ റിജക്റ്റഡ് ബൈ ദ ചർച്ച്. ദ ചർച്ച് ഇസ് ഗോഡ്സ് കമ്മ്യൂണിറ്റി സെറ്റ് അപ്പാർട്ട് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ദൈവിക സമൂഹമാണ് സഭ. ആൻഡ് ദിസ് ചർച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ റൈച്ചസ് ക്യാരക്ടർ പൊസസ്ഡ് ബൈ ഗോഡ് ആൻഡ് ഹിസ് വാല്യൂ സിസ്റ്റം. ഈ സഭ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുന്നത് ദൈവത്തിനുള്ള നീതി നിറഞ്ഞ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ദൈവത്തിൻ്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹേറ്റ് സിൻ ഫിൽഡ് വാല്യൂ സിസ്റ്റം ദാറ്റ് ദ വേൾഡ് പൊസസസ്. ദൈവത്താൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന സഭ ലോകം പൊസസ് ചെയ്യുന്ന ആ മൂല്യങ്ങളെ വെറുക്കും. ദാറ്റ്സ് ഹൗ ഗോഡ്സ് ചർച്ച് ഇസ്. The problem here is that the Corinthian church, members of God's community, which was supposed to rely on the fact that God loves righteousness, that are to scorn the unrighteous, biased ways of judgment among the judges, now seek unrighteous verdicts against their fellow church members. ഇവിടെ പ്രശ്നം എന്താണ്? ദൈവത്തിന് സമൂഹമായിരിക്കുന്ന ഈ കൊരിന്ത്യ സഭ ദൈവം നീതിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ ആശ്രയിക്കുന്ന കൊരിന്ത്യ സഭ ഈ ന്യായാധിപന്മാരുടെ വിവേചനമേറിയ അനീതി നിറഞ്ഞ ഈ പ്രവണതയെ വെറുക്കേണ്ട കൊരിന്ത്യ സഭ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇതേ അനീതി നിറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ സഭ അംഗങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. They take their fellow believers to court where unbelievers are present. ഈ അവിശ്വാസികൾ നീതിയില്ലാത്ത ഒരു ന്യായവിധി നടത്തുന്ന സ്ഥലത്തേക്ക് ഈ വിശ്വാസികൾ അവരുടെ സഹവിശ്വാസികളെ കൊണ്ടുപോകുന്നു. അൺബിലീവേഴ്സ് ഹു ആർ സപ്പോസ് ടു വാച്ച് ഗോഡ്ലി ക്യാരക്ടർ അമംഗ് ഗോഡ്സ് പീപ്പിൾ, ഇൻസ്റ്റെഡ് വാട്ട് ഡു ദേ വാച്ച്? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദൈവിക സ്വഭാവം കാണേണ്ട അവിശ്വാസികൾ ഇപ്പോൾ കാണുന്നത് എന്താ? ബിലീവേഴ്സ് ബിഹേവിംഗ് റൂഡ്ലി ആൻഡ് ഇൻ എ മാനർ ദാറ്റ് ഇസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദം. വിശ്വാസികൾ ക്രൂരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നു, അവിശ്വാസികളിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാത്ത സ്വഭാവം കാണിക്കുന്നു, അതും പൊതുസ്ഥലത്ത്. ബിലീവേഴ്സ് ഫൈറ്റ് അഗൻസ്റ്റ് ബിലീവേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ സിൻ. പാപത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വിശ്വാസികൾ തമ്മിൽ അടികൂടുന്നു. Paul has no sympathy for Christians who appeal to people who are unrighteous to make decisions in their favor. അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ലഭിക്കുവാൻ അനീതിയുള്ളവരെ സമീപിക്കുന്ന ക്രിസ്ത്യാനികളോട് പൗലോസിന് യാതൊരു അനുകമ്പയുമില്ല. ആൻഡ് നൗ ദ റിബ്യൂക്ക് ഫോർ ടേക്കിംഗ് ദി ഇഷ്യൂ ടു ദി അൺഗോഡ്ലി ഈസ് ദ ഇനീഷ്യൽ പ്രോബ്ലം. അവിശ്വാസികളുടെ മുമ്പാകെ, നീതിയില്ലാത്തവരുടെ മുമ്പാകെ ഒരു പരിഹാരം തേടുന്നതിൻ്റെ താക്കീതുണ്ട്. രണ്ടാമത്തെ താക്കീത്, നോട്ട് ടേക്കിംഗ് ദ ഇഷ്യൂ ടു ദ ഗോഡ്ലി.
ഭക്തിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നതിൽ ഇവരാരും മുൻകൈ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ക്രിമിനൽ കേസല്ല, ഇത് സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടായ തിരിമറികളാണ്. ഇറ്റ്സ് നോട്ട് എ ക്രിമിനൽ കേസ്, ഇറ്റ്സ് സംതിങ് വിത്ത് റിഗാർഡ് ടു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ഇൻ വേഴ്സ് 1, ഓക്കെ, ഒന്നാമത്തെ വാക്യത്തിൽ ടേക്കിംഗ് ദ ഡിസ്പ്യൂട്ട് അമംഗ് ദ ലോർഡ്സ് പീപ്പിൾ ഇസ് ദ പ്രിഫേർഡ് ആക്ഷൻ ഇൻ സച്ച് കേസസ്. കർത്താവിന് ജനത്തിൻ്റെ ഇടയിൽ ഈ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഉചിതം. അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർക്കാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? Is there not one wise man among you who will be able to pass judgment between his brothers? നിങ്ങളുടെ ഇടയിൽ ജ്ഞാനമായിട്ടുള്ള ഒരു വിധി പാസ്സാക്കാൻ, ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങളിൽ ഒരാൾ പോലും ഇല്ലേ? By doing this question, by framing this question in this manner, Paul draws out the following response. No, it is not possible that there is nobody among you wise enough to judge a dispute among believers. ഇങ്ങനൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ ഇല്ലാതിരിക്കുന്നത് സാധ്യമല്ല. ഈ കാര്യം തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങളിൽ ജ്ഞാനമുള്ള ആരെങ്കിലും ഉണ്ടാവും. അതുണ്ട്. In spite of having wise people and in spite of having been enriched in all kinds of speech and knowledge, വാക്കിലും ജ്ഞാനത്തിലും അത്രയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണിത്. ആ സഭയിൽ ഓബ്വിയസ്ലി ഈ ഒരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ ആൾക്കാരുണ്ടാവും, ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും they go to pagan courts instead of seeking a solution in the church itself. സഭയ്ക്കുള്ളിൽ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ ഇവർ അന്യ മതത്തിൽ അല്ലെങ്കിൽ അന്യ ജാതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ ഈ ശണ്ടയിന് പോകും. And then Paul talks about the believers' work in the world to come. ഇനി വരാൻ പോകുന്ന ലോകത്തിലുള്ള വിശ്വാസികളുടെ ഉത്തരവാദിത്വം എന്താണ്? So let's look at verse 2 and 3. 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഓക്കെ, ഡോണ്ട് യു നോ എന്നുള്ള ഈ പദപ്രയോഗം വെച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ബേസിക് ട്രൂത്ത് ദാറ്റ് ബിലീവേഴ്സ് must have as an awareness as part of their salvation and belief in Jesus. നിങ്ങൾക്കറിയില്ലയോ എന്നുള്ള രീതിയിൽ ഈ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് അവരുടെ രക്ഷയുടെ ഭാഗമായിട്ടും കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും അവർക്ക് തിരിച്ചറിയേണ്ട അടിസ്ഥാനമായിട്ടുള്ള ചില സത്യങ്ങൾ അവർക്കുണ്ട്. 1. ലോർഡ്സ് പീപ്പിൾ വിൽ ജഡ്ജ് ദ വേൾഡ്. കർത്താവിന് ജനം ലോകത്തെ വിധിക്കും. See, man was originally created to rule over all earthly creation that God created. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവം സൃഷ്ടിച്ച എല്ലാ ഭൗമിക സൃഷ്ടിയുടെ മേലും മനുഷ്യൻ അധികാരം കാഴ്ചവെക്കണം എന്നുള്ളതാണ്. ബട്ട് മാൻ ലോസ്റ്റ് ഹിസ് പെർഫെക്റ്റ് ഇമേജ് ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് അതോറിറ്റി ടു റൂൾ പെർഫെക്റ്റ്ലി ഡ്യൂ ടു സിൻ. പാപനിമിത്തം ഈ ദൈവത്തെ പ്രതിഫലിക്കാനുള്ള ഈ ഒരു കപ്പാസിറ്റി, സമ്പൂർണ്ണമായിട്ടുള്ള ആ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ആ അധികാരം നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടും. ആൻഡ് റൈറ്റ് നൗ ഓൾ തിങ്സ് ആർ നോട്ട് അണ്ടർ മാൻസ് അതോറിറ്റി. ഇപ്പോൾ ഈ വീഴ്ച സംഭവിച്ച ഈ അവസ്ഥയിൽ എല്ലാ കാര്യവും മനുഷ്യൻ്റെ അധികാര പരിധിയിലില്ല. ഹൗവർ ത്രൂ ദ ഫോർഗിവ്നെസ് ആൻഡ് സാൽവേഷൻ പ്രൊവൈഡഡ് ത്രൂ ജീസസ്, മാൻ ഇസ് റെസ്റ്റോർഡ് ബാക്ക് ടു ദ പാരഡൈസ് ദാറ്റ് ഹി വാസ് മെന്റ് ടു ബി ഇൻ. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പുനരുദ്ധാനത്തിലൂടെ ലഭിച്ച പാപക്ഷമയ്ക്കും രക്ഷയുടെയും മാർഗത്തിലൂടെ മനുഷ്യനെ ദൈവം മനുഷ്യൻ ആകേണ്ട പറുദീസയിലേക്ക് ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തി. ദ കപ്പാസിറ്റി ടു ഇമേജ് ഗോഡ് ഇസ് റിസ്റ്റോർഡ് ഇൻ ബിലീവേഴ്സ് ആസ് വി ആർ പ്ലേസ്ഡ് ഇൻ ദ ഹെവൻലി റെൽംസ് ടു ബി സീറ്റഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിനോട് കൂടിയിട്ട് നാം സ്വർഗങ്ങളിൽ ഇരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് എഫീസ്യ ലേഖനത്തിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ പ്രതിഫലിക്കാനുള്ള ആ ഒരു ശക്തി, ആ ഒരു ദൗത്യം നമുക്ക് വീണ്ടെടുത്ത് തന്നിരിക്കുകയാണ് ദൈവം. സോ മാൻസ് അബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു റൂൾ ഹാസ് ബീൻ റീഇൻസ്റ്റേറ്റഡ്. ഭരിക്കുവാനും
ഉള്ള അല്ലെങ്കിൽ ഭരിക്കാനുള്ള ഉത്തരവാദിത്വവും അതോടൊപ്പമുള്ള അതിനുള്ള എബിലിറ്റി, നമുക്ക് അതിനായിട്ടുള്ള സഹായകരമായിട്ടുള്ള കാര്യവും നമുക്ക് ദൈവം യഥാസ്ഥാനപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആൻഡ് ബിലീവേഴ്സ് വിൽ റൂൾ ദ വേൾഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസികൾ കർത്താവിനോടൊപ്പം ലോകത്തെ ഭരിക്കും. ആൻഡ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ ന്യായവിധിയിൽ കർത്താവിനോടൊപ്പം വിശ്വാസികളും പങ്കുകൊള്ളും. കീപ്പിംഗ് ദിസ് ട്രൂത്ത് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ് ടു സീ that the Corinthians want a favorable, biased and bribe-induced ruling from the world that they will eventually rule over in righteousness. ചിന്തിച്ച് നോക്കിക്കേ, ഇവിടുത്തെ ഈ പശ്ചാത്തലം, അതായത് ഈ തിയോളജിക്കൽ പശ്ചാത്തലം എല്ലാം മനസ്സിൽ വെച്ചാൽ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണ്? കൊരിന്ത്യ വിശ്വാസികൾ ഭാവിയിൽ ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ പോകുന്നവരാണ്. ഈ വ്യക്തികളാണ് ഇപ്പോഴത്തെ ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ കോഴം കൊടുത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി തേടുന്നത്, അതും അവിശ്വാസികളുടെ കയ്യിൽ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് തിങ്, ദ ലോർഡ്സ് പീപ്പിൾ വിൽ ജഡ്ജ് ഏഞ്ചൽസ്. ദൂതന്മാരെയും വിധിക്കും. ഇതിൻ്റെ അർത്ഥം നല്ല ദൂതന്മാരെ വിധിക്കും എന്നുള്ളതല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗോഡ്സ് പീപ്പിൾ വിൽ ജഡ്ജ് ഗുഡ് ഏഞ്ചൽസ്. ഇറ്റ് മീൻസ് ദാറ്റ് ബിലീവേഴ്സ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ജഡ്ജ്മെന്റ് ദാറ്റ് ജീസസ് ഡസ് ടു ബാഡ് ഏഞ്ചൽസ് ഹു ആർ അറ്റ് വർക്ക് ഇൻ ദ പ്രസന്റ് വേൾഡ്. ഇപ്പോഴത്തെ ലോകത്തിൽ വ്യാപരിക്കുന്ന വീണുപോയ ദൂതന്മാരുടെ മേൽ യേശു ന്യായവിധി നടത്തുമ്പോൾ അവിടെയും വിശ്വാസികൾ പങ്കാളികളാണ്. അതിനെപ്പറ്റി 2 പത്രോസ് 2:4, യൂദയുടെ 6-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 20:10 എന്നീ വാക്യങ്ങളിലെല്ലാം ഈ വീണുപോയ ദൂതന്മാരുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി നമുക്ക് കാണാൻ സാധിക്കും. 2 Peter 2:4, Jude 6, Revelation 20:10. ഓക്കെ, ഇനി അടുത്ത വിഷയം എന്നുള്ളത് കറന്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫ്യൂച്ചർ റിയാലിറ്റീസ്. ഭാവിയിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ ഇന്നത്തെ പരിണിതഫലം. ഭാവിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അതിന് ഇന്നത്തേക്ക് എന്താണ് അർത്ഥം? ഇഫ് ദ ലോർഡ്സ് പീപ്പിൾ വിൽ ജഡ്ജ് ദ വേൾഡ് ഇൻ ദ ഫ്യൂച്ചർ, ദാറ്റ് ഷുഡ് മേക്ക് ദം കോമ്പീറ്റന്റ് ടു ജഡ്ജ് ട്രിവിയൽ കേസസ് ദാറ്റ് ഒക്കർ അമംഗ് ബിലീവേഴ്സ്. ഭാവിയിൽ ലോകത്തെ വിധിക്കാനാണ് കർത്താവിന് ജനം ഒരുങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ ലോകത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഉള്ള ചെറിയ കേസുകൾ, ക്രിമിനൽ കേസുകളല്ല, ചെറിയ കേസുകൾ പരിഹരിക്കുവാൻ അവർക്ക് പ്രാപ്തി ഉണ്ടായേ പറ്റും, ഉണ്ടാവണം. ഇഫ് ദ ലോർഡ്സ് പീപ്പിൾ ജഡ്ജ് ഏഞ്ചൽസ് ഇൻ ദ ഫ്യൂച്ചർ, then it should make them competent to judge the things of this life. ഭാവിയിൽ ദൂതന്മാരെ, വീണുപോയ ദൂതന്മാരെ വിധിക്കാൻ ഇവർ പങ്കാളികളാകുന്നുവെങ്കിൽ ഈ ലോകത്തെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെ വിധിക്കുവാൻ ഇവർക്ക് പ്രാപ്തി ഉണ്ടാവണം. അൺഫോർച്ചുനേറ്റ്ലി the opposite is the case in the church at Corinth. നിർഭാഗ്യവശാൽ ഇതിൻ്റെ മറുവശമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. And Paul reminds them of all these truths to shame them. ഇത്തരം ഭാവിയിലുള്ള ഇവരുടെ സൗഭാഗ്യങ്ങളെ ഒക്കെ ഓർമ്മിപ്പിച്ച് ഇവരെ നാടൻ കെടുത്തുകയാണ് പൗലോസ്. This is what your potential is. And this is what you are doing. ഇതാണ് നിങ്ങളുടെ സാധ്യത, ഇതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. These elite people must understand the foolishness and the shame of what they are doing. ഈ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ അവർ ചെയ്തതിൻ്റെ മണ്ടത്തരവും നാണക്കേടും അവർ മനസ്സിലാക്കണം. Paul doesn't care whether they are elite or not. പൗലോസിന് ഈ കാര്യത്തിലൊന്നും ഒരു കൺസേണുമില്ല. അവർ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവരാണെന്നുള്ളതോ പണക്കാരാണെന്നുള്ളതോ ഒന്നും പൗലോസിനെ ഒന്നും ബാധിക്കുന്നില്ല. ബിക്കോസ് they are involved in activities that are not suited for a believer. ഒരു വിശ്വാസിക്ക് യോജിച്ച ഒരു കാര്യത്തിലല്ല ഇവർ ഏർപ്പെട്ട് നിൽക്കുന്നത്. അതിപ്പോൾ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ, പൗലോസ് മുഖം നോക്കാതെ നടപടി എടുത്ത് പറയുന്ന ഒരാളാണ്. ദൈവമായുള്ള ഒരാൾ അങ്ങനെയാണ്. Somebody who is fearing God, he doesn't fear man. പൗലോസ് അങ്ങനെ ഒരാളാണ്. So from these 6 verses, let me give you 4 lessons. ഈ 6 വാക്യങ്ങളിൽ നിന്നും 4 പാഠങ്ങൾ നമുക്ക് പഠിക്കാം. Number 1, a lawsuit raised by a believer against fellow believers of the same church or different churches. To take legal disputes is not ideal, especially when we are called to be God's holy people and when we are spiritual siblings belonging to God's family. ഒരു വിശ്വാസി സഹവിശ്വാസികൾക്കെതിരെ, അതായത് ഒന്നെങ്കിൽ സ്വന്തം സഭ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഉള്ള ആൾക്കാർക്കെതിരെ ഒരു വ്യവഹാരം, കോടതി വ്യവഹാരം നടത്താൻ ശ്രമിച്ചാൽ അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ പരിപാടിയേക്കാൾ താഴെ നിൽക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി തീർക്കാനായിട്ടാണ്. നമ്മൾ ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്?
അവരുടെ സഹോദരന്മാരാണ്, ആത്മിക സഹോദരന്മാരാണ്. ആത്മിക സഹോദരന്മാർക്കെതിരെയാണ് നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് സീൻ ഇൻ ദ ന്യൂമറസ് ടൈംസ് ദാറ്റ് പോൾ അഡ്രസ്സസ് ഹിസ് ഓഡിയൻസ് ബൈ ദ ടേം ബ്രദേഴ്സ്. പലപ്പോഴും പൗലോസ് സഹോദരന്മാർ എന്നുള്ളൊരു വാക്കാണ് പലപ്പോഴും ഈ പുസ്തകത്തിൽ തുടരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. Now, however it will happen as we live in a sin-prone world. ഇതെല്ലാം ആത്മീകമായിട്ടുള്ള സത്യങ്ങളാണെങ്കിലും പാപം നിറഞ്ഞ ഈ ലോകത്ത് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും. So here are a few things which remind us of the foolishness of believers having lawsuits with fellow believers. ഒരു വിശ്വാസി സഹവിശ്വാസികൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മണ്ടത്തരങ്ങൾ, ഭോഷത്തരം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. There are 3 things here. 1. In filing a lawsuit against other believers, these believers seek a righteous ruling from people who do not have a relationship with the true and righteous God. ഈ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ജീവനും നീതിയുമുള്ള സത്യദൈവത്തോട് ബന്ധമില്ലാത്ത ആൾക്കാരിൽ നിന്നുമാണ് നീതി തേടുന്നത്. നീതിയും സത്യവും ജീവനുമുള്ള ഒരു ദൈവത്തോട് ബന്ധമില്ലാത്ത ആൾക്കാരിൽ നിന്നുമാണ് നീതിയുള്ള ഒരു വിധി തേടുന്നത്. The world doesn't have an innate desire for righteousness and justice. ലോകത്തിനൊരിക്കലും നീതിയുടെയും ന്യായത്തിൻ്റെയും കാര്യത്തിൽ ഒരു ആഴമായ ആഗ്രഹമൊന്നുമില്ല. Bribes and corruptions are everywhere. കോഴയും അഴിമതിയും എല്ലായിടത്തും ഉണ്ട്. ഏത് മേഖല എടുത്തു നോക്കിയോ അവിടെ എല്ലാം ഇതുണ്ട്. അപ്പോൾ അവിടെയാണോ നീതി തേടി പോകുന്നത്? ദൈവത്തിൻ്റെ നീതി തേടി പോകേണ്ടത് ലോകത്തിലല്ല. Second, foolishness. These lawsuit filing believers are seeking a righteous verdict from the very same people whom they will judge along with Christ in the millennial reign. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ആരെ വിധിക്കാൻ പോകുന്നത്? ഇവരാരിൽ നിന്നാണ് നീതി തേടുന്നത്? അവരെയാണ് ഭാവിയിൽ കർത്താവിനോടൊപ്പം വിധിക്കാൻ പോകുന്നത്. Third thing, these believers who file a lawsuit seek a righteous verdict from those people who are influenced by fallen angels. And these fallen angels will also be judged as believers judged along with Christ. ഈ കോഴയും അഴിമതിയും സ്വാധീനിക്കുന്ന ഈ ആൾക്കാർ, അവരിൽ നിന്നും നീതി തേടുന്ന വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, ഈ അഴിമതി ചെയ്യുന്ന ആൾക്കാർ സ്വാധീനിക്കപ്പെടുന്നത് വീണുപോയ ദൂതന്മാരുടെ പ്രവൃത്തിയിലാണ്. വീണുപോയ ദൂതന്മാരിങ്ങനെ വ്യാപിച്ച് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീണുപോയ ദൂതന്മാരെയും കർത്താവിനോടൊപ്പം വിശ്വാസികൾ വിധിക്കും. അതും മറന്നു പോകുന്നു. So having seen the foolishness of having lawsuits in front of pagan judges, believers must seek to solve such issues in the church itself. ഇത്തരത്തിൽ ദൈവമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ഇത്തരം കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നതിൻ്റെ മണ്ടത്തരം കണ്ട സ്ഥിതിക്ക് വിശ്വാസികൾ എന്ത് ചെയ്യണം? സഭയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കണം. A true church will be blessed with people who are wise enough to handle such situations that occurs among believers, and believers must make use of them. ഒരു യഥാർത്ഥ സഭയിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള, വിശ്വാസികളുടെ ഇടയിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരിക്കും. സഭ അവരെ ഉപയോഗപ്പെടുത്തണം ഈ കാര്യത്തിൽ. Second lesson. It is true that a God-ordained church will have people who are wise enough to handle civil issues that occur among believers. കാര്യം ശരിയാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സഭയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ടാകും. ബട്ട് നോബഡി ഈസ് ബോൺ വിത്ത് സച്ച് വിസ്ഡം. അത്തരത്തിലുള്ള ജ്ഞാനം കൊണ്ടല്ല ആൾക്കാർ ജനിക്കുന്നത് തന്നെ. They must be guided to a wisdom needed to handle such issues. ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഉണ്ടാവേണ്ട ജ്ഞാനത്തിലേക്ക് അവരെ നയിക്കണം. Some people in church don't have the wisdom or maturity needed to address such issues that come their way. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനമോ പക്വതയോ ചില വ്യക്തികൾക്ക് സഭയ്ക്കുള്ളിലില്ല. Sadly, some believers who face such civil problems are hesitant to involve people from the church to solve problems.
because they know that involving some church people is going to worsen the problem and cause irreparable damage. ഇത്തരത്തിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ വിശ്വാസികൾ നേരിടുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സഭയിലുള്ള ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ ഇവയെ ഉൾപ്പെടുത്തിയാൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത തലത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തും. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു പ്രശ്നം കിട്ടിയാൽ അതിനെങ്ങനെ പരിഹരിക്കാനെന്നല്ല, അതെങ്ങനെ കൂടുതൽ മോശമാക്കാമെന്നുള്ള ചിന്തയിലാണ് ചിലർ നിൽക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ സംടൈംസ് ലോ സൂട്ട്സ് ഹാപ്പൻ. അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് കേസ് കോടതിയിൽ പോകുന്നത്. This is why church members must be given biblical training, especially to upcoming elders, so that they are made mature and they are made equipped to face and handle all situations of worldliness like rifts among brothers that will creep up in churches. ഇതുകൊണ്ടാണ് സഭാ അംഗങ്ങൾക്ക് ബൈബിളിൽ അധിഷ്ഠിതമായിട്ടുള്ള പരിശീലനം, പ്രത്യേകിച്ച് വരാൻ പോകുന്ന നേതാക്കന്മാർക്ക് ഇത്തരം പരിശീലനം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പരിശീലനം കൊടുക്കുമ്പോൾ അവർ പക്വതയിലായി ലോകപ്രകാരമുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും അതിനെ സോൾവ് ചെയ്യുവാനും അവർക്ക് പ്രാപ്തി ഉണ്ടാകും. പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാത്തപ്പെടുന്നത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തി സഭയിൽ വിശ്വാസികൾക്ക് മാത്രമല്ല, ചില സഭകളിൽ മൂപ്പന്മാർക്കും അതില്ലാത്തത് കൊണ്ടാണ്. This will happen only when there is selfless, faithful preaching of God's word, and when there is a healthy avenue to discuss such problems from the perspective of God's kingdom. ഇതെങ്ങനെയാണ് പക്വതയിലേക്ക് ആൾക്കാരെ എത്തിക്കുക? നിസ്വാർത്ഥമായിട്ടുള്ള വിശ്വസ്തയാർന്ന പ്രസംഗത്തിലൂടെയും, അതുമാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അതിനെ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്കൊരു പക്വതയിലേക്ക് വിശ്വാസികൾക്ക് എത്താൻ കഴിയുന്നത്. That's the second lesson. The third lesson, believers realize that when you replace God with money, you will end up valuing money over fellow believers and will end up cheating and defrauding fellow believers. വിശ്വാസികൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് പകരമായിട്ട് നാം പൈസ അല്ലെങ്കിൽ ധനത്തെ അവിടെ ആക്കി വെച്ചാൽ സംഭവിക്കുന്നത് വിശ്വാസികളെക്കാൾ കൂടുതൽ മൂല്യം നിങ്ങൾ ധനത്തിന് കൊടുക്കും. അതുമാത്രമല്ല സഹവിശ്വാസികളെ കബളിപ്പിക്കുവാനും ചതിക്കുവാനും നിങ്ങളിടയാവും. Such a thing shouldn't happen among believers. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകരുത്. And if it does happen, there must be a solution formulated by the church where the erring person is brought back to a renewed love for God and a reducing love for money. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ തെറ്റ് ചെയ്ത ആൾ ദൈവത്തിനോട് പുതുക്കം വന്ന സ്നേഹത്താൽ, ധനത്തോട് കുറയുന്ന സ്നേഹത്താൽ ആക്കപ്പെട്ട് അവൻ തിരികെ വരാനുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം സഭ ഉണ്ടാക്കണം. The fourth lesson, a true minister of God will confront those who exhibit deviant behavior that is not worthy of a child of God. യഥാർത്ഥമായിട്ട് ദൈവശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ കാണുന്ന ഒരു സവിശേഷത, ഒരു ദൈവജനത്തിന് യോഗ്യമല്ലാത്ത തെറ്റിൽ ഒരാളകപ്പെട്ടാൽ ആ തെറ്റിനെ നഖശിഖാന്തം എതിർത്ത് അതിനെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. He doesn't care and shouldn't care who they are, what status do they hold financially or socially. ആ വ്യക്തി ഏത് തലത്തിലുള്ള ആളാണെന്നുള്ളതോ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഏത് ഉന്നതിയിലാണ് നിൽക്കുന്നതെന്നുള്ളതിനെ പറ്റിയും ഈ ദൈവ ശുശ്രൂഷകൻ ചിന്തിക്കാനും പാടില്ല. Oftentimes, church elders are afraid of offending men who are influential when sin or unworthy behavior occurs. പലപ്പോഴും സഭകളിൽ കാണുന്ന ഒരു പ്രവണത, പണവും സ്വാധീനവും പാരമ്പര്യവും ഉള്ള ഒരു വ്യക്തി പാപവും ദൈവത്തിൻ്റെ പൈതലിന് അനുയോജ്യമല്ലാത്ത സ്വഭാവം കാഴ്ചവെക്കുമ്പോൾ അവരോട് എതിർക്കാൻ, അവരെ ശാസിക്കാൻ പലപ്പോഴും സഭാ നേതാക്കന്മാർക്ക് കഴിയാറില്ല. These same elders are quick
to confront a poorer, lesser educated, lesser influential person when the same sin occurs. ഇതേ മൂപ്പന്മാർ ഇതേ പാപം കുറച്ചുകൂടെ പാവപ്പെട്ട, വിദ്യാഭ്യാസം അധികമില്ലാത്ത, അത്രയും സ്വാധീനമില്ലാത്ത, സമൂഹത്തിൽ അധികം സ്വാധീനമില്ലാത്ത ഒരാൾ അതേ പാപം ചെയ്താൽ അവനെ ക്രൂശിക്കാൻ മുൻപന്തിയിലുണ്ട്. പണക്കാരോടൊരു സമീപനം, പാവപ്പെട്ടവരോട് മറ്റൊരു സമീപനം. So let us take a lesson from Paul's approach, because that reflects the impartial character of God. ഇവിടെ പൗലോസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പണക്കാരാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നതെങ്കിൽ പണക്കാരോട് നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നു. കാരണം പൗലോസ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ദൈവത്തിന് ആരോടും പക്ഷാഭേദമില്ല. ഈസ് നോട്ട് പാർഷ്യൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പാർഷ്യാലിറ്റി ഇല്ലായ്മ അതുപോലെ തന്നെ ജീവിതത്തിലാക്കിയിരിക്കുന്ന പൗലോസിനെ പോലെ നാമും ആയിത്തീരണം, സഭാ നേതാക്കന്മാരെന്ന നിലയിൽ. കാരണം നമ്മളുടെ വിശ്വസ്തത ദൈവത്തോടാണ്. And he has a few more things. Paul has a few more things to say about this topic in the following verses. 7-ാമത്തെ വാക്യം തൊട്ട് 11-ാമത്തെ വാക്യം വരെ ചില കാര്യങ്ങൾ കൂടുതൽ തനിക്ക് പറയാനുണ്ട്. ദൈവം വെച്ചാൽ അടുത്ത തവണ ഞാനിവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഞാനത് സംബോധന ചെയ്യുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.